ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്ന 4 ഷോർട്ട് ഫിലിംസാണ് പറയാൻ പോകുന്നത്. മിക്കവാറും കുറേ പേര് കണ്ട ഷോർട്ട് ഫിലിംസ് തന്നെ ആയിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ. ഒന്നാമത്തേത് വെച്ചാൽ കേരളത്തിലെ പോലീസ് വയർലെസ് കണക്ഷനിലേക്ക് ഒരു തമിഴ് ഓഫീസറെ മെസ്സേജ് വരുന്നതും തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നത്. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് സംഭവം എന്നാണ്. 15 മിനിറ്റ് മാത്രമാണ് ഡ്യൂറേഷൻ ഉള്ളത്. രണ്ടാമത്തെ ഷോർട്ട് ഫിലിം പറഞ്ഞാൽ ഒരു ബൈനറി എറർ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. സണ്ണി വെയിൻ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമാണ്. കഥ പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മരണം അന്വേഷിക്കുന്ന ഒരു ഓഫീസർ അവർ മരിച്ച സ്ത്രീയുടെ മകളെ അന്വേഷിച്ച് ഇറങ്ങുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ഉണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിമിന്. അത് ശ്രീരാജ് ശ്രീനിവാസൻ പലർക്കും അറിയുന്നൊരു ഡയറക്ടറായിരിക്കും. ഈ ഒരു ഡയറക്ടറുടെ ഷോർട്ട് ഫിലിമാണ് തൂമ്പ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഒരു ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് പൊറുതിമുട്ടൊരു പയ്യൻ തൻ്റെ അച്ഛനെ കുത്തി എന്ന് പറയുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നത്. കണ്ടു നോക്കുക, കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കുക ഒരു ഷോർട്ട് ഫിലിം. നാലാമത്തെ പറഞ്ഞാൽ ഒരു നൈറ്റ് കോൾ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. സ്റ്റോറി പറഞ്ഞാൽ ഒരു ഒരു ഇമോഷണൽലെസ് ആയിട്ടുള്ള ഒരാൾ മരണവിവരം പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ വിളിക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നത്. ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ് ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു 4 ഷോർട്ട് ഫിലിമും അത്യാവശ്യം അടിപൊളി ഷോർട്ട് ഫിലിമാണ്. ഇതെല്ലാം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണാത്തവർ കണ്ടു നോക്കുക. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള മലയാളം ഷോർട്ട് ഫിലിം അറിയുന്നവർ കണ്ടവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ മൂവീസ്, സീരീസ്, ഷോർട്ട് ഫിലിംസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ചാനലൊന്നും തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനി വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും റെക്കമെൻഡേഷൻസിൻ്റെ വീഡിയോ എന്തെങ്കിലും ചെയ്യാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.